ഹലോ, എന്തായി സർ? ഐ ആം റിയലി സോറി മാഡം. എനിക്ക് അയാളെ ജാമ്യത്തിൽ വിടേണ്ടി വന്നു. എന്ത്? അയാളുടെ അഡ്വക്കേറ്റ് വന്നു. ഒരു തെളിവില്ലാതെ ഒരാളെ കസ്റ്റഡിയിൽ സൂക്ഷിക്കാൻ പറ്റില്ലല്ലോ. പരാതി തന്ന് മേഡമല്ല, ഗാഥാ ശ്രീനിവാസന്റെ കൂട്ടുകാരിയാണെന്നാ ഞാൻ അവരോട് പറഞ്ഞത്. മേഡം പേടിക്കണ്ട, മേഡത്തിന്റെ മകളെ ഞാൻ ഉടനെ കണ്ടെത്തും. എനിക്കിനി അതിന് നിങ്ങളുടെ സഹായത്തിന്റെ ആവശ്യമില്ല. മേഡം, ഈ കേസ് അന്വേഷിക്കേണ്ട ഉദ്യോഗസ്ഥരെ ഞാൻ എന്റെ വീട്ടിലേക്ക് വിളിപ്പിച്ചോളാം. നിങ്ങള് സല്യൂട്ട് ചെയ്യുന്ന ഉദ്യോഗസ്ഥരെ. എന്റെ മകളുടെ മിസ്സിങ്ങിന് പിന്നില് നവീൻ ഗോപാൽ വർമ്മ തന്നെയാണ്. അവനെ ഞാൻ പൂട്ടിയിരിക്കും. നീ സുന്ദരിയല്ലേ? അത് പിന്നെ കണ്ടാൽ അറിഞ്ഞൂടെ മാഡം, ഞാൻ നല്ല സുന്ദരിയല്ലേ? നിന്റെ പേര് സുന്ദരിയല്ലേ എന്നാ ചോദിച്ചത്. അതെ. കൃഷ്ണ എവിടെ? എനിക്ക് വേണ്ട സുനന്ദേ, അത് പറഞ്ഞാ പറ്റില്ല. തളർന്ന് വീഴാതിരിക്കെങ്കിലും വേണ്ടേ കഴിക്ക്. എനിക്കൊന്നും വേണ്ടാത്തോണ്ടാ സുനന്ദേ എന്റെ മോളെ കണ്ടെത്താതെ ഞാൻ ഒരുതരി ഭക്ഷണം കഴിക്കില്ല. പറയുന്നത് കേക്ക് തങ്കേച്ചി. ഞാൻ വിശ്വസിക്കുന്ന ദൈവങ്ങളുടെ മുമ്പിൽ ഞാൻ നടത്തുന്ന നേർച്ചയാ. ആ ദൈവങ്ങൾക്ക് എന്നെ വേണ്ടെങ്കിൽ ഇതോടെ ഞാൻ ഉങ്ങി തീർന്നോട്ടെ. ആരാ തങ്കേച്ചി? പരിചയമുള്ള നമ്പറല്ലേ? എടുക്ക്. ചിലപ്പോ കൃഷ്ണ വേറെ ഏതെങ്കിലും നമ്പറിൽ നിന്ന് വിളിക്കുകയാണെങ്കിലോ? നിങ്ങളുടെ മകൾ കൃഷ്ണ ഇപ്പൊ ഞങ്ങളുടെ കസ്റ്റഡിയിലാ. നിങ്ങൾ ആരാ? എന്തിനാ നിങ്ങൾ എന്റെ കൃഷ്ണമോളെ പിടിച്ചു വെച്ചിരിക്കുന്നേ? മോളെ ജീവനോടെ കാണണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? എന്റെ മോളെ ഒന്നും ചെയ്യരുത്. എന്റെ മോളെ ഒന്നും ചെയ്യല്ലേ. സുന്ദരിയുടെ പേരിൽ നിങ്ങൾ പോലീസ് സ്റ്റേഷനിൽ ഒരു കേസ് കൊടുത്തിട്ടില്ലേ? ആ കേസ് പിൻവലിച്ച് സുന്ദരിയെ സ്റ്റേഷനിൽ നിന്ന് നിങ്ങൾ തന്നെ ഇറക്കണം. അല്ലെങ്കിൽ ഞങ്ങളിവിടെ കൊല്ലും. മോളുടെ ശബ്ദം കേട്ടല്ലോ. സംശയം വേണ്ട, സർപ്പകോപം തന്നെയാണ്. കുടത്തിൽ ആവാഹിച്ച ദിവ്യനാഗം പുറത്തുപോയത് ശാപത്തിന്റെ ഉഗ്രസ്വരൂപം തന്നെയാ കാണിക്കുന്നത്. പൂജയുടെ പരാജയം തന്നെയാ ഇപ്പോ നടക്കുന്ന എല്ലാ സംഭവങ്ങൾക്കും കാരണം. ഇതിന് പരിഹാരം എന്തെങ്കിലും? മോനെ ആശുപത്രി കൊണ്ടുപോയിരിക്കുക. ശരീരത്തിലുള്ള പാടുകളും അങ്ങ് പറയുന്നേ കൂട്ടി വായിക്കുമ്പോ കഠിനമാകും. പരീക്ഷണങ്ങളുടെ സ്വഭാവം അതാണ്. എന്തു പരിഹാരം വേണമെങ്കിലും ഞങ്ങൾ ചെയ്യാം. എന്തു പൂജ വേണമെങ്കിലും നടത്താം. വേറൊന്നും ആലോചിക്കാനില്ല. പരാജയപ്പെട്ട പൂജ വീണ്ടും നടത്തണം. അന്ന് സർപ്പക്കളം വരയ്ക്കാനെത്തിയ പെൺകുട്ടി ദിവ്യത്വമുള്ളവളാ. അവള് വരണം. നിങ്ങളുടെ മകളെ കണ്ടു കിട്ടിയോ? ഇല്ല സാർ. നിങ്ങളുടെ ഭർത്താവ് തിരിച്ചു വന്നോ? ഇല്ല സാറേ. പിന്നെന്താ പരാതി പിൻവലിക്കാൻ കാരണം? അത് സാർ, നിങ്ങൾ ആരെങ്കിലും ഭീഷണിപ്പെടുത്തിയോ? ഇല്ല സാർ. സുന്ദരിയുടെ ഭർത്താവ് ഞങ്ങളെ വിളിച്ചിരുന്നു. സുന്ദരി അങ്ങനെയൊന്നും ചെയ്യില്ല എന്ന് പറഞ്ഞപ്പോ പരിചയമുള്ള ഒരാളെ ഉപദ്രവിക്കണ്ടല്ലോ എന്ന് കരുതി. നിങ്ങളെന്ന് തമാശ കളിക്കുക? ഞങ്ങൾ പോലീസുകാരെ നിങ്ങൾ പറയുന്നൊക്കെ വിശ്വസിക്കണോ? ആരെങ്കിലും വീട്ടിലേക്ക് വരാൻ 1 മണിക്കൂർ വൈകിയ ഉടനെ വരും ഒരു പരാതിയും കൊണ്ട്. എന്നിട്ടൊരു 100 പേരെ സംശയവും. അതിന്റെയൊക്കെ പുറകെ പോയി ഓരോരുത്തരായിട്ട് സ്റ്റേഷനിലേക്ക് കൊണ്ടുവരുമ്പോ പരാതിയില്ല, പിൻവലിക്കണം അല്ലേ? ക്ഷമിക്കണം സാർ, അറിയാതെ പറ്റിപ്പോയതാ. അവരെ ഈ നാട്ടിലെ ക്രിമിനലുകൾ ഉണ്ടാവാൻ കാരണം നിങ്ങളുടെയൊക്കെ ഈ ആറ്റിറ്റ്യൂഡാ. എഴുന്നേക്കിടുന്നു. തൽക്കാലം പരാതി പിൻവലിക്കുന്നു ഇവര് പറഞ്ഞതുകൊണ്ട് നിന്നെ ഞാൻ വിടാം. പക്ഷെ നീ ആള് മൊത്തത്തിൽ ശരിയല്ല.
ഈ സ്റ്റേഷന്റെ പരിധി കിടന്ന് ഒരുപാട് കളിച്ച ഞാൻ നിന്നെ വീണ്ടും പൊക്കും കേട്ടോടി. സാറേ ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഇവരെന്തൊക്കെയോ തെറ്റിദ്ധാരണ കൊണ്ട് ഇവരുടെ പണം പെട്ടെന്ന് തന്നെ കൊടുക്കു സാറേ. അത്രയ്ക്ക് വേണ്ടപ്പെട്ടവരാ. ആ മതി മതി. ഇനി പുറപ്പെട്ടു പോയവരെ കാണാനില്ലെന്നും അവര് ചത്തുപോയെന്ന് പറഞ്ഞാൽ പോലും പരാതിയും കൊണ്ട് ഇതിനകത്തേക്ക് കയറരുത്. പോയിക്കോ. ഇറങ്ങി പോടി ഇവിടുന്ന്. ഛേ, സമയം മെനക്കെടുത്താനായിട്ട്.